എന്നേശുവേ ആരോടും പറയാറില്ലെൻ ആലതല്ലും വേദന ആരാരും അറിയാതെന്നിൽ തീരതല്ലും ശോധന ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടി ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസും യോഹന്നാനും കൂടി സുന്ദരെന്ന ദേവാലയ ഗോപുരവാതിൽക്കൽ കൂടി കടന്നു പോകുമ്പോൾ അപ്പോഴാണ് പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യനോട് ഇരിക്കുന്നത് കണ്ടത്. പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്കൂ. അവൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് നോക്കി. വല്ലതും കിട്ടുമെന്നാണ് വിചാരിച്ചത്. കാരണം എന്നും ഭിക്ഷാപാത്രമായിട്ട് അവനോട് വന്നിരിക്കാറുണ്ട്, അവനെ കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. അവൻ നോക്കിയപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും തരാൻ ഞങ്ങൾക്കില്ല, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. പറയുകയല്ല, ചാടി അവനെ കൈക്ക് പിടിച്ചു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു. അവൻ തന്നെ എഴുന്നേറ്റു, പക്ഷേ കൈക്ക് പിടിച്ചിട്ടുണ്ട്, പത്രോസ് പിടിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം. അവൻ നടക്കാൻ തുടങ്ങി, നൃത്തം ചെയ്യാൻ തുടങ്ങി, തുള്ളാൻ തുടങ്ങി. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. സ്തുതിച്ചുകൊണ്ട് ഈ അപ്പോസ്തലന്മാരുടെ കൂടെ അവൻ ദേവാലയത്തിലേക്ക് ചെന്നു. എല്ലാവരും വലിയ അതിശയമായി പോയില്ലേ. 40 വയസ്സ് പ്രായമുള്ള ഈ മനുഷ്യൻ, കണ്ട 40 കൊല്ലം നടന്നിട്ടില്ലാത്ത മനുഷ്യൻ ഇപ്പോൾ നടക്കുന്നു. ഒരത്ഭുതമല്ലേ, വലിയ അത്ഭുതം. ജനമെല്ലാം ഓടിക്കൂടി. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് ഒരു പുതിയ പ്രശ്നം വരുന്നത്. പള്ളിയിൽ ഈ കാര്യം അറിഞ്ഞു. 40 വയസ്സുള്ള ഒരു മനുഷ്യൻ, പിറവിയിലെ മുടന്തനായ മനുഷ്യൻ
ഇപ്പോഴുണ്ട് അവൻ നടക്കുന്നു, തുള്ളുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. എന്തൊരു മാറ്റം! ഈ അത്ഭുതം ചെയ്തത് പത്രോസും യോഹന്നാനുമാണ്. അവർ യേശുവിൻ്റെ കൂടെ ആയിരുന്നവരാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ഇത് കാര്യം കുഴഞ്ഞല്ലോ. യേശുവിനെ നമ്മൾ ക്രൂശിച്ചപ്പോൾ ഈ കാര്യം തീർന്നെന്ന് വിചാരിച്ചത്, ഈ ശല്യം ഒഴിവായി എന്ന് വിചാരിച്ചു. ഇപ്പോൾ താണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് ഇതേപോലെയൊക്കെ കാണിക്കുന്നു. ജനം ഇവരുടെ പിറകെ ആകുന്നു. വലിയ കഷ്ടമായി. ജനം ഇവരുടെ പിറകെ പോകുന്നു. യേശുവിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ തീർന്നല്ലോ എന്ന് ഞങ്ങൾ വിചാരിച്ച് ആശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് ഒരു സന്നിധി സംഘം കൂടി. പെട്ടെന്ന് നമുക്ക് വായിക്കാം 4-ാം അധ്യായം 5-ാം വാക്യം മുതൽ. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാണ്ടരും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. മഹാപുരോഹിത വംശത്തിലുള്ളവരെല്ലാവരും വന്നുകൂടി. വലിയൊരു സമ്മേളനം. എല്ലാ സന്നദ്ധി സംഘത്തിലെ ഇപ്പോൾ പറഞ്ഞു കേൾക്കാവുന്ന പോലെ അവൈലബിൾ മീറ്റിംഗ്. അന്ന് കിട്ടാവുന്ന ആളുകൾ പെട്ടെന്ന് വിളിച്ചു വരുത്തി. കിട്ടാവുന്ന ആളുകൾ മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയുള്ളൊരു വലിയൊരു മീറ്റിംഗ്, ഒരു വലിയൊരു സമ്മേളനം. എന്തിനു വേണ്ടി? പ്രശ്നം എന്താ? 40 കൊല്ലമായി മുടന്നുണ്ടായിരുന്ന ഒരാൾ നടക്കുന്നു. അതേ പ്രശ്നമുള്ളൂ. വേറെ ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല, ആർക്കും ഒരു ദോഷവുമില്ല. പെട്ടെന്നുള്ള സിന്നഡിൽ ആ കാര്യം ചർച്ചയായി. ഇത് കാര്യം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇതിനെന്തെങ്കിലും അറുതി വരുത്തിയേ പറ്റൂ. ഈ കൂട്ടരിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ എല്ലാം സ്ഥാനം തെറിച്ചു പോകും. പാടില്ല. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ. ആലോചിക്കുകയാണ്. അവരെല്ലാവരും ആലോചിച്ചു. അവസാനം പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചു വരുത്തി. ഒരു ശരിയായ ഒരു സിനഡിന് മുമ്പിലേക്ക് പാവങ്ങൾ ഈ മുക്കുവ തൊഴിലാളികൾ 2 പേരും കൊണ്ട് വന്നു. വിദ്യാഭ്യാസമുണ്ടോ? ഇത്രയും മഹാന്മാരായ ആളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇവരെല്ലാം വലിയ ഉന്നത ബിരുദധാരികളും ഉന്നതന്മാരുമായ ആളുകൾ. അവരുടെ ചെന്നാൽ ഈ പാവം പത്രോസിന് എന്ത് പറയാൻ അറിയാം? മീൻ പിടിക്കുന്നതിൻ്റെ കാര്യങ്ങൾ പറയാൻ അറിയാം. അതല്ലെങ്കിൽ പിന്നെ യോഹന്നാനും ഓല നന്നാക്കുന്ന കാര്യം പറയാൻ പറ്റും. അതല്ലാതെ അതിനപ്പുറമൊന്നും അറിയാൻ പാടില്ലല്ലോ. അവർ പക്ഷേ മഹാപുരോഹിതന്മാർ വിളിച്ചപ്പോൾ അവർ ചെന്നു. മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും കൂടിയത്. എന്നിട്ട് അവരോട് ചോദിച്ചു. ഇവർ അവരെ നടുവിൽ നിർത്തി. എല്ലാവരും ചുറ്റി ഇരിക്കുകയാണ്. ഇവർ 2 പേരെയും നടുവിൽ നിർത്തി. പക്ഷേ അവർ വിറയ്ക്കുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ വിറച്ചു പോകും. കാരണം വലിയ പുള്ളികൾ, വലിയ വസ്ത്രാഡംബര വിഭൂഷണാദികളോടുകൂടി ഇങ്ങനെ ഇരുന്ന് ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് പേടിച്ചു കൊടുക്കും. കാരണം ഇവരാരാ? വലിയ ഉന്നതന്മാരല്ലേ. പക്ഷേ പത്രോസും യോഹന്നാനും വിറയ്ക്കുന്നുമില്ല, പേടിക്കുന്നതുമില്ല. കാരണം അവർ യേശുവിൻ്റെ തിരുമുഖമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിലാണ് അവരിതൊക്കെ ചെയ്തത്. സ്വന്തം ശക്തി കൊണ്ടോ സ്വന്തം ബലം കൊണ്ടോ ഒന്നും ചെയ്തില്ല. ഈ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളുടെ ഒരു ക്രെഡിറ്റാണെന്ന് അവർക്ക് തോന്നിയിട്ടുമില്ല. ഇത് കർത്താവ് തൻ്റെ ജനത്തെ സന്ദർശിക്കുന്നു. മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അതിന് തെളിവാണിത്. ക്രിസ്തുവാണ് പ്രവർത്തിച്ചതെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു പ്രയാസമില്ല, അല്ലെങ്കിൽ ഒരു ഭാരമില്ല, അല്ലെങ്കിൽ പേടിയില്ല. വായിക്കുന്നത് അങ്ങനെയാണ്. അവിടെ ഇവർ നടുവിൽ നിർത്തിയിട്ട് ചോദിച്ചു, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? 40 വയസ്സുള്ള മനുഷ്യന്, ഈ പ്രായമുള്ള മനുഷ്യന്, പിറവിയിലെയും മുടന്തനായ മനുഷ്യന് നിങ്ങൾ സൗഖ്യം കൊടുത്തത് എങ്ങനെയാണ്? എങ്ങനെ സാധിച്ചു? അത് ഒന്ന് പറയൂ, വിശദീകരിക്കൂ. അപ്പോൾ ഉടനെ വായിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്. സ്തോത്രം. ഇവരുടെ ഈ ചോദ്യം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പത്രോസിന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എതിർപ്പുകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. ശക്തിയേറിയ അമർഷത്തോടെ എതിർത്തുകൊണ്ട് ആളുകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നല്ല ധീരതയായി. ഒരു കാരണവശാലും ഒരു കൂസലില്ലാതെ നിൽക്കുകയാണ്. നല്ല ധീരതയോടെ നിൽക്കുകയാണ്. നല്ല ചങ്കുറപ്പോടെ നിൽക്കുകയാണ്. എന്നാൽ ഈ പത്രോസ് ആരായിരുന്നു? നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഈ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനാണ്. ഒരു സ്ത്രീ ഇവനും ആ കൂട്ടത്തിലുള്ളവനാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞവനാണ് ഈ പത്രോസ്. യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത് പത്രോസാണ്. ആ പത്രോസിനെയാണ് ഇപ്പോൾ കർത്താവ് നിർത്തുന്നത്, ധീരതയോടെ നിർത്തുന്നത്. വലിയ ചേഞ്ച്, വലിയൊരു മാറ്റം നാം കാണുകയാണ്. ഇന്ന് നാമെല്ലാം ഭീരുക്കളാണ്. പക്ഷേ നമുക്ക് ധൈര്യം തരുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. ധൈര്യം, ശക്തി പകരുന്ന ഒരാത്മാവുണ്ട്. ഏത് വിഷമസന്ധിയെയും അഭിമുഖീകരിക്കുവാനും അതിജീവിക്കുവാനും കഴിവ് തരുന്നൊരു കർത്താവുണ്ട്.
സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ നാം സ്വതേ ഭീരുക്കളായിരിക്കാം, സ്വതേ കഴിവില്ലാത്തവരായിരിക്കാം, സ്വതേ നമുക്ക് പ്രാപ്തിയില്ല. അങ്ങനെയാണല്ലോ. മറ്റുള്ളവർക്കുള്ളതുപോലെ പ്രാപ്തിയോ ബുദ്ധിയോ കഴിവോ പ്രാവീണ്യമോ ഒന്നും നമുക്കില്ല. പക്ഷേ നമുക്ക് വാസ്തവത്തിൽ വേണ്ടതും ഉള്ളതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ക്രിസ്തുവിനുണ്ട് എങ്കിൽ പിന്നെ ഒരു അധൈര്യവും വരികയില്ല. അവർ ശക്തമായി പറയാൻ തുടങ്ങുകയാണ്. പത്രോസിലേഖ പറഞ്ഞ് അപരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി തീർന്നു. ആത്മാവ് നിറയും എതിർപ്പുകൾ പെരുകുമ്പോൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എതിർപ്പുകളും പോരാട്ടങ്ങളും പെരുകുമ്പോൾ ആത്മാവ് നിറയും. നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ആവശ്യഭാരങ്ങൾ പെരുകുമ്പോൾ, അപ്പോഴാണ് നിങ്ങൾ ആത്മാവിൽ നിറയുന്നത്. രോഗങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, അപ്പോഴാണ് ആത്മനിറവ് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രയാസങ്ങൾ ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആത്മാവിനെ ഇരട്ടിയായിട്ട് തരും കർത്താവ്. അതിനെ അഭിമുഖീകരിക്കാനുള്ള കൃപ തരും, അതിന് അഭിമുഖീകരിക്കാനുള്ളതായ ശക്തി തരും. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ടത്, കർത്താവ് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. സൗഖ്യം വേണമോ? നിനക്ക് ഇഷ്ടമാണെങ്കിൽ തരണം. എനിക്ക് ഏറ്റവും നല്ലത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് നീ എനിക്ക് ചെയ്യും. കാരണം ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തന്നതാണ്. ഒരിക്കലായിട്ട് ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തന്നതല്ലേ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലായിട്ട് ഈ നിസ്സാര ജീവിതം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതല്ലേ. രോഗമാണോ? തിരുവിഷ്ടം. ആപത്താണോ? തിരുവിഷ്ടം. പ്രതിസന്ധികളാണോ? തിരുവിഷ്ടം. കർത്താവെ പ്രശ്നങ്ങളാണോ? എല്ലാം നിൻ്റെ ഇഷ്ടം. എല്ലാം കർത്താവെ ഞാൻ നേരിടാനിടയാകരുത്, നീ എനിക്ക് വേണ്ടി നേരിടണം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഇങ്ങനെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുമ്പോൾ അതാണ് വിജയം, അതാണ് ധൈര്യം. ഈ പത്രോസ് എന്നാൽ ധീരനായിരുന്നില്ല. ഒരു മനോഹരമായ പുസ്തകമുണ്ട്, കോവാദീസ്, പ്രസിദ്ധമായ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു വളരെ അനുഭവേദ്യമായൊരു സംഭവമാണ്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന് ശേഷം അവിടെ റോമൻ സീസർ, നീറോ ചക്രവർത്തിയുടെ പീഡ തുടങ്ങി. ഭയങ്കരമായ പീഡയാണ്. പീഡ വർദ്ധിച്ചു. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ മാർഗ്ഗക്കാർ എവിടെയുണ്ടോ അവരെ തെരഞ്ഞു പിടിച്ച് കൊല്ലുക. അവരെ വെറുതെ കൊല്ലുന്നാൽ വാളുകൊണ്ട് വെട്ടി കൊന്നാലും തീർന്നില്ലേ. അവരെ യാതന അനുഭവിച്ച് കൊല്ലുക. ഒന്നുകിൽ എണ്ണയിലേക്ക്, തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇടുക, അതല്ലെങ്കിൽ ഘോര മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുക. അതെല്ലാം കണ്ട് രസിക്കാൻ റോമിലെ ആംഫി തിയേറ്ററിൽ അനേകം ആളുകളൊന്ന് കൂടി എല്ലാം കണ്ട് രസിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ടിരിക്കുക. ചക്രവർത്തി മാളികകളിൽ നിന്നുകൊണ്ട് അതെല്ലാം കണ്ട് രസിക്കുന്നു. അവരെ കുതിരവണ്ടിയുടെ പിറയിൽ അവരെ കെട്ടിയിട്ടിട്ട് കുതിരവണ്ടി ഓടിക്കുന്നു. അവർ നിലത്തുകൂടി എഴഞ്ഞെഴഞ്ഞിങ്ങനെ ഉരഞ്ഞുരഞ്ഞ് അവർ അങ്ങനെ ജീവനുള്ള മനുഷ്യനെ ഉരഞ്ഞുരഞ്ഞാകുന്നു. ഇങ്ങനെ അനേക വിധത്തിലായി പീഡകൾ വരികയാണ്. അപ്പോൾ പത്രോസിൻ്റെ ആത്മീയ സഹോദരങ്ങൾ ചിലർ പറഞ്ഞു, പത്രോസിനെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് കേട്ടോ, നിന്നെ കൊല്ലും, നിന്നെ തകർക്കാനാ ചക്രവർത്തിയുടെ ഉദ്ദേശം. അതുകൊണ്ട് നീ ഒന്ന് പോയിക്കോ, നീ ഓടിപ്പോയിക്കോ. വരെ അയ്യോ നിങ്ങൾ എന്നോട് അങ്ങ് പറയരുത്, നിങ്ങളെല്ലാവരെയും വിട്ട് കർത്താവിൻ്റെ വചനവും വിട്ട് ഞാൻ പോകുന്നത് ശരിയല്ല, ഞാൻ അങ്ങ് പോയില്ല. അവർ പറഞ്ഞു അങ്ങനെയല്ല, ഈ നമ്മുടെ കൂട്ടായ്മ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഇനിയും തുടരണം. നീ അതിന് ജീവിച്ചിരിക്കണം. നീ പെട്ടെന്ന് വധിക്കപ്പെടാൻ ഇടയാകരുത്. അതുകൊണ്ട് നീ കാര്യം ചെയ്യും, നീ പോയിക്കോ, ഇവിടെ നിന്ന് പോയിക്കോ. നഗരം വിട്ട് പത്രോസ് ഒരു അനുചരനായിട്ട് ഒരാൾ കൂടെ ഉണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടന്നു പോവുകയാണ്. കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ പത്രോസ് ഒരാളെ കാണുന്നു. മറ്റേ കൂടെയുള്ള ആൾ കണ്ടില്ല, ഒരാളെ കാണുന്നു. ഇതെൻ്റെ കർത്താവല്ലേ. യേശുക്രിസ്തു നടന്നു വരുന്നു, യേശുക്രിസ്തു എതിരെ നടന്നു വരുന്നു. പത്രോസ് നിലം വരെ അങ്ങ് കുനിഞ്ഞു. അതാണ് കർത്താവേ നീ എവിടെ പോകുന്നു? കോവാദീസ്, നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ പീഡ അനുഭവിക്കുന്ന നിങ്ങൾ, പീഡ വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ പോകുമ്പോൾ അവിടെ വീണ്ടും ആ പാവപ്പെട്ട ജനത്തിന് വേണ്ടി പീഡ അനുഭവിക്കാൻ ഞാൻ പോവുകയാണ്. ഞാൻ പോയി ഇനി ഒന്നുകൂടെ കുരിശിക്കപ്പെടാം, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. പത്രോസിൻ്റെ കൂടെയുള്ള അനുചരനായി കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് ഇതൊന്നും കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ പത്രോസ് ഇങ്ങനെ സംസാരിക്കുന്നു. പത്രോസ് എഴുന്നേറ്റു. കർത്താവേ അയ്യോ നീ പോകല്ലേ, എൻ്റെ യേശുവേ നീ പോകണ്ട, ഞാൻ പൊയ്ക്കോളാം. പത്രോസ് ചാടി എഴുന്നേറ്റ് പുറകോട്ട് തിരിഞ്ഞ് നടന്നു തുടങ്ങി. അനുചരൻ ചോദിച്ചു, എന്താ ഇത്? കൂടെ നടക്കുന്നയാൾ ചോദിച്ചു, എന്താ ഇത്? നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അല്ല, ഞാൻ തിരികെ പോവുകയാണ്. അപ്പോൾ അനുചരൻ ചോദിച്ചു, കോവാദീസ്, നീ എങ്ങോട്ടാണ് പോകുന്നത്? കോവാദീസ്. അനുചരൻ അത് തന്നെ ചോദിച്ചു. ഉടനെ പത്രോസ് പറഞ്ഞു, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്, ഞാൻ നഗരത്തിലേക്ക് പോവുകയാണ്, ഞാൻ പീഡ അനുഭവിക്കാൻ പോവുകയാണ്.
ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ധീരത. ഒരു സമയത്ത് ഒരു പൊട്ട പെണ്ണിൻ്റെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ പത്രോസ് ഇപ്പോൾ ധീരനായി മരിക്കാൻ പോവുകയാണ്. പത്രോസിനെ ചക്രവർത്തിയുടെ കിങ്കരന്മാർ പിടികൂടി. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ പത്രോസ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള യോഗ്യതയില്ല. എൻ്റെ നാഥൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെടാനാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കാമോ? അങ്ങനെ പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ധീരത പ്രാപിക്കുകയാണ്. അതാണ് അടുത്ത പാരഗ്രാഫിൽ നിന്ന് വായിക്കുന്നത്, 4-ാം അധ്യായം 13-ാം വാക്യം. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. സ്തോത്രം. ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടു മഹാപുരുഷന്മാരും ആ ജനത്തിൻ്റെ പ്രമാണിമാരും പള്ളിയിലെ നേതാക്കന്മാരും എല്ലാവരും പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കണ്ടു. അവർക്കറിയാം ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിച്ചു. അത് അവർക്കറിയാം. പഠിപ്പില്ലാത്തവർ മുക്കുവ തൊഴിലാളികളല്ലേ, മീൻപിടുത്ത തൊഴിലാളികൾ, ഇവർക്കെന്നെ പഠിപ്പുള്ളേ? വെറും കൺട്രി, വെറും അപരിഷ്കൃതർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. വീണ്ടും അവർ യേശുവിനോട് ആയിരുന്നവർ എന്നും അറിഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം, 14-ാം വാക്യം. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. സ്തോത്രം. അവർക്ക് എതിർ പറയാൻ വകയില്ലായിരുന്നു. ഒന്നും എതിർത്ത് പറയാൻ നിർവാഹമില്ല. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരുടെ കൂടെ നിൽക്കുകയാണ്. ഇത്രയും കാലം മുഴുവൻ മുടന്തി നടന്ന മനുഷ്യൻ ഇപ്പോൾ നിവർന്ന് നിൽക്കുന്നു, നല്ലത് ഓജസ്സോടെ നിൽക്കുന്നു, ധീരതയോടെ നിൽക്കുന്നു. അവനൊരു കൂസലുമില്ല. പത്രോസും യോഹന്നാനും നല്ല ധൈര്യത്തോടെ നിൽക്കുന്നു. ആർക്കും ഒരു ഭയപ്പാടില്ല, ഭീതിയില്ല. ആരെയും ഭയപ്പെടാതെ ക്രിസ്തുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് അവർ പറയുകയാണ്, 18-ാം വാക്യം. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയുമരുത് എന്ന് കൽപ്പിച്ചു. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ നീ ഒന്നും സംസാരിക്കരുത്, നിങ്ങൾ ഉപദേശിക്കരുത് എന്ന് അവർ കൽപ്പിച്ചു. പുതിയൊരു കൽപ്പന, പുതിയൊരു എല്ലാ സ്ഥലത്തേക്കും അയക്കുന്നൊരു കൽപ്പന, പുതിയൊരു കൽപ്പന. അതാണ്, ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത്, ഉപദേശിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പരസ്പരം കൂടി ആലോചിച്ചു, എന്താ ചെയ്യണേ, ഇത് വളർന്ന് മറ്റുള്ളവരറിയാൻ ഇടവരരുത് എന്ന് വിചാരിച്ച് അവരെ തർജ്ജനം ചെയ്യണം, ഇത് പരസ്യപ്പെടുത്തരുത് എന്ന് പറയണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇനി സംസാരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ മനുഷ്യർ വായടച്ചാൽ അടയുന്നതല്ലല്ലോ ക്രിസ്തു തുറന്ന വായ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു പറയുന്നതിൻ്റെ വായു വിസ്താരത്തിൽ തുറക്കാം, ഞാൻ നിറയ്ക്കാമെന്ന്. വായു വിസ്താരത്തിൽ തുറക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഒരു വലിയ സമർപ്പണത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ നിങ്ങൾക്ക്? കർത്താവേ, എന്ത് പീഡ സഹിച്ചും എൻ്റെ യേശുവിനോട് ഒട്ടി നിൽക്കാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. ജീവിതത്തിൽ ഏതെല്ലാം ദുരിതം വന്നാലും, കുടുംബത്തിൽ കലഹമുണ്ടായാലും, ഭർത്താവ് എതിർത്താലും, എൻ്റെ ഭാര്യ കലമ്പലുണ്ടാക്കിയാലും, കർത്താവേ, ഞാൻ എൻ്റെ യേശുവെ നിന്നോട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കൾ എതിർത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും, യേശുവെ ഞാൻ ഒരാൾ നിൻ്റെ കൂടെ നിൽക്കും. കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ, അതിന് നിൻ്റെ സാന്നിധ്യം എനിക്ക് തരണമേ. യേശുവെ, എൻ്റെ ആയുസ് എൻ്റെ കയ്യിലേക്ക് തരുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ചുരുങ്ങിയ ആയുസല്ലേ ഉള്ളൂ, വളരെ ചുരുങ്ങിയൊരു ആയുസ്. ഏറെക്കാലം ഇല്ലല്ലോ നമുക്ക്, വളരെ ചുരുങ്ങിയൊരു കാലം. ഈ കാലം യേശുവിന് വേണ്ടി നമുക്ക് പൂർണ്ണമായി ചെലവഴിക്കണം. ഈ കാലം യേശുവിന് വേണ്ടി നമ്മെ തന്നെ നാം വിട്ടുകൊടുക്കണം, പൂർണ്ണമായും വിട്ടുകൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി സമർപ്പണം എടുക്കണം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സമർപ്പണം എടുക്കാനുള്ള പറ്റിയ സമയമാണ്. കർത്താവ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളെക്കൊണ്ട് പറയിപ്പിക്കുവാൻ ബന്ധപ്പെടുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തികളിലേക്ക് ആവസിച്ച് നിങ്ങളെ സത്യസമർപ്പണത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ഇപ്പോൾ അധ്വാനിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ, കർത്താവേ, ആയുസ് മുഴുവൻ നിനക്ക് എന്ന്, എൻ്റെ വരവും എൻ്റെ ചെലവും മുഴുവൻ നിനക്ക് എന്ന്. നീ ആഗ്രഹിക്കാത്ത 10 പൈസ എൻ്റെ കയ്യിൽ വരികയില്ല, നീ ആഗ്രഹിക്കാത്ത 10 പൈസ ഞാൻ ചെലവഴിക്കുകയുമില്ല. വ്യക്തമായ തീരുമാനം. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയ രൂപ അത് നിങ്ങൾ വെറുതെ പാഴാക്കി കളയാൻ നോക്കിയെന്ന് വരും. പക്ഷേ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടിയായിരിക്കും. പക്ഷേ അത് പാടില്ല. ദൈവഹിതപ്രകാരം വേണം ചിലവ് ചെയ്യാൻ. ദൈവഹിതപ്രകാരം ചിലവ് ചെയ്യണം. ദൈവഹിതപ്രകാരം നിങ്ങളുടെ കയ്യിൽ വരവും വരണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇനി എൻ്റെ ഭാവി മുഴുവനായി നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. ഇപ്പോൾ കർത്താവേ, എനിക്ക് എൻ്റെ എളിമയിൽ നിന്നോട് ഒരു വാക്കേ പറയാനുള്ളൂ. കർത്താവേ, ഞാനും
എനിക്കുള്ളതെല്ലാം നിൻ്റേത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനും എനിക്കുള്ളതെല്ലാം നിൻ്റേത് നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയത്തിൽ അത് വരുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ പറയൂ, കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവേ നിൻ്റേത്. ഞാൻ ഒരിക്കലും അധൈര്യപ്പെടുകയില്ല, ഞാൻ ഭീരുവാകുകയില്ല, ഞാൻ ഒരിക്കലും പിന്മാറി പോവുകയില്ല. നിന്നോടുകൂടെ എന്തെത്തോളം എന്ത് പീഡ സഹിക്കേണ്ടി വന്നാലും ഞാൻ പോകും. കർത്താവേ, നീ എന്നെ കാത്തുകൊള്ളണമേ. പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെയെല്ലാം അവിടെ സ്നേഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എല്ലാവരുടെ മേലും തിരുവചനോടൊന്ന് പൊഴിച്ചു കൊടുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. മരുഭൂമിയിൽ കൂടിപ്പോയ ജനത്തിന് മന്ന പൊഴിച്ചു കൊടുത്തതുപോലെ ഈ ജനത്തിന് അനുദിനം മന്ന തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ അതിൻ്റെ വചനം പറയുവാൻ എൻ്റെ കർത്താവെ അടിന തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാം ദാനം, എല്ലാം അവിടെ ദാനം മാത്രം. മഹത്വം തിരുവേനിക്ക്. യേശുനാഥ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.